ഈ അലക്സ് ഫെർഗ്യൂസൺ പോയി കഴിഞ്ഞ് വന്ന മാനേജേഴ്സിനെ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു. അവരെല്ലാവരും ഇവിടെ യുണൈറ്റഡിൽ വന്നിട്ട് ഫെയിലിയർ ആയിട്ട് അവർ പോയതിന് ശേഷം അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ യുണൈറ്റഡിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഇവിടുത്തെ ഫുട്ബോളിംഗ് സ്ട്രക്ചറിൻ്റെ പ്രശ്നമാണ് യുണൈറ്റഡിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നു. യുണൈറ്റഡിൽ പ്രോപ്പർ ഫുട്ബോളിംഗ് ബ്രെയിൻസ് അല്ലെങ്കിൽ ഫുട്ബോളിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള ആൾക്കാരില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഈ ഒരു അലക്സ് ഫെർഗ്യൂസൺ പോയി കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഫെയിലിയറായ മാനേജേഴ്സ് ജോസെ മൗറിഞ്ഞോ ആയാലും ലൂയി വാൻ ഗാൽ ആയാലും അതുപോലെ തന്നെ റാൾഫ് റാഗ്നിക്കൊക്കെ ആണെങ്കിലും അവരെല്ലാവരും പറഞ്ഞ കാര്യങ്ങളെല്ലാം സെയിമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇനിയോസ് ഇവിടെ വന്നതിന് ശേഷം ഇനിയോസും ജിം റാഡ്ക്ലിഫും ഒക്കെ ശ്രമിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി അവർ CEO ആയിട്ട് ഒമർ ബറാഡയെ സിറ്റിയിൽ നിന്ന് പൊക്കിയിട്ടുണ്ട്. ഒമർ ബറാഡ ഈ ഒരു സീസണിൻ്റെ എൻഡോടെ യുണൈറ്റഡിനെ ആസ് എ CEO പുള്ളി ജോയിൻ ചെയ്യും. ഇനിയുള്ള ഏറ്റവും മേജർ റിക്രൂട്ട്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോളിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോൾ റോളിൽ ഡാൻ ആഷ്വർത്ത് അല്ലാതെ വേറെ ഒരു പേരും ഇപ്പം കേൾക്കുന്നില്ല. പണ്ട് നേരത്തെയൊക്കെ പോൾ മിച്ചൽ അതുപോലെ തന്നെ മൈക്കിൾ എഡ്വാർഡ്സ് അങ്ങനത്തെ പല പേരുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒരേ ഒരു പേരേ കേൾക്കുന്നുള്ളൂ, അത് ഡാൻ ആഷ്വർത്തിൻ്റെ പേരാണ്. അപ്പം ഡാൻ ആഷ്വർത്തിന് വേണ്ടി ഫോർമലി ഇതുവരെയായിട്ടും ന്യൂകാസിലുമായിട്ട് ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഡാൻ ആഷ്വർത്തിന് വേണ്ടി യുണൈറ്റഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഡാൻ ആഷ്വർത്തിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം ഡാൻ ആഷ്വർത്ത് പോയിട്ട് ന്യൂകാസിലിനോട് പോയി അറിയിക്കുന്നുണ്ട്. അത് മാത്രമല്ല പുള്ളി പറയുന്നതെന്നു വെച്ചാൽ പുള്ളിക്ക് യുണൈറ്റഡിൽ പോകണം, പുള്ളിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള പുള്ളിയുടെ ആ ഒരു അഭിപ്രായം പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂകാസിലിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനെ പിടിച്ചിവിടെ നിർത്താൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇനിയിപ്പം നെഗോസിയേഷൻസും കാര്യങ്ങളും യുണൈറ്റഡും അതുപോലെ തന്നെ ന്യൂകാസിലും തമ്മിൽ നടക്കും. ആ £6 മില്യൺ കൊടുത്തിട്ടാണ് ബ്രൈറ്റണിൽ നിന്ന് ന്യൂകാസിൽ ഈ ഒരു മനുഷ്യനെ ഡാൻ ആഷ്വർത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എന്താണേലും അറൗണ്ട് 10 മില്യൺ ആണ് ഇപ്പം പറഞ്ഞത്. 10 മില്യൺ എങ്കിലും വേണ്ടി വരും, മിനിമം 10 മില്യൺ എങ്കിലും വേണ്ടി വരും ഡാൻ ആഷ്വർത്തിനെ യുണൈറ്റഡിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഗാർഡനിങ് ലീവ്, ആ ഒരു നോട്ടീസ് പീരീഡിൻ്റെ കാര്യവും വലിയൊരു പ്രശ്നമാണ്. അവിടെയും ന്യൂകാസിൽ കളിക്കും. അപ്പം പ്രോബബ്ലി അടുത്ത വർഷം 2025 ജോയിൻ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ അവർ ചിലപ്പോൾ അത്രയും ഒരു ലെങ്തി നോട്ടീസ് പീരീഡൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു നോട്ടീസ് പീരീഡിൻ്റെ കാര്യത്തിലൊക്കെ നെഗോസിയേഷൻസ് യുണൈറ്റഡും ന്യൂകാസിലും തമ്മിലൊക്കെ നടക്കും. അപ്പോൾ അതിനുവേണ്ടി ചിലപ്പം എക്സ്ട്രാ കാശ് പിന്നെയും കൊടുക്കേണ്ടിയൊക്കെ വരും. അപ്പം ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ഈ ഒരു ഡാൻ ആഷ്വർത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ യുണൈറ്റഡിൽ വന്നു കഴിഞ്ഞാൽ പുള്ളി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യുണൈറ്റഡിലെ ഫുട്ബോളിംഗ് കൾച്ചറിനെ പൊളിച്ചടുക്കി പുതിയൊരു ഫുട്ബോളിംഗ് സ്ട്രക്ചർ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയായിരിക്കും പുള്ളി ശ്രമിക്കുന്നത്. അപ്പോൾ പുള്ളി ഇതിന് മുന്നേ വർക്ക് ചെയ്ത ടീംസൊക്കെ നോക്കി, വെസ്റ്റ് ബ്രോംവിച്ച് ആൽബിയൻ ആയാലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് FAയുടെ കൂട്ടത്തിൽ പിന്നെ ബ്രൈറ്റൺ, ന്യൂകാസിൽ, ഇവിടെ എല്ലാം പുള്ളി ചെന്നിട്ട് പുള്ളി ഒരു പ്രോപ്പർ ഫുട്ബോളിംഗ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. അത് വെസ്റ്റ് ബ്രോംവിച്ച് ആൽബിയനിലാണെങ്കിലും പുള്ളി ഉള്ള സമയത്ത് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു 10th 11th ഒക്കെ അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 വർഷത്തിന് ശേഷം പുള്ളി പോയി കഴിഞ്ഞപ്പോഴത്തേനും പ്രീമിയർ ലീഗിൽ നിന്ന് തന്നെ ഈ ഒരു വെസ്റ്റ് ബ്രോംവിച്ച് ആൽബിയൻ പുറത്തായി. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് FA ശരിക്കും പുള്ളി അപ്പോയിൻറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ബാക്കിയുള്ള നാഷണൽ ടീംസ് എല്ലാം ഇംഗ്ലണ്ട് നാഷണൽ ടീമിനേക്കാളും ഒത്തിരി മുന്നിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോഴത്തേനും ഒരു പ്രോപ്പർ ഈ ഒരു ഫുട്ബോളിംഗ് ആ ഒരു ഇംഗ്ലീഷ് ആ ഒരു DNA ഫുട്ബോളിംഗ് കൾച്ചർ അവരുടെ ആ ഒരു DNA മാറ്റി മറിക്കാൻ വേണ്ടിയാണ് ഡാൻ ആഷ്വർത്തിനെ ആസ് എ ടെക്നിക്കൽ ഡയറക്ടർ അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ടെക്നിക്കൽ ഡയറക്ടർ എന്നൊക്കെ പറയാം ആ ഒരു റോളിൽ ഇംഗ്ലീഷ് FA കൊണ്ടുവരുന്നത്. അപ്പോൾ പുള്ളി വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു അക്കാഡമി അല്ലെങ്കിൽ യൂത്തിൻ്റെ മണ്ടയ്ക്കായിരുന്നു. ഇപ്പോൾ യൂത്തിൻ്റെ മണ്ടയ്ക്ക് മെയിൻ ഫോക്കസ് കൊണ്ടുവന്ന് പുള്ളി ഓൾ ഓവർ ഇംഗ്ലണ്ട് നല്ല പ്രോപ്പർ സ്കൗട്ടിംഗ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് ഇംഗ്ലണ്ടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രോപ്പർ ടാലൻസിനെ കൊണ്ടുവന്ന് അപ്പോൾ ആ ഒരു അണ്ടർ 15 അണ്ടർ 20 ടീംസൊക്കെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ പ്ലെയേഴ്സിനെ ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ അവരുടെ അണ്ടർ 17 ടീം ആയാലും അണ്ടർ 20 ടീമൊക്കെ ആയാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ വേൾഡ് കപ്പ് ജയിക്കുന്നു, യൂറോസ് ജയിക്കുന്നു. അപ്പോൾ ആ ഒരു അണ്ടർ 20 അണ്ടർ 17 ടീംസിൻ്റെയൊക്കെ സക്സസ് ശരിക്കും ഇപ്പോൾ പയ്യെ അവരുടെ നാഷണൽ ടീമിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി യങ്സ്റ്റേഴ്സ് ഇംഗ്ലണ്ടിലേക്ക് ഒരു നാഷണൽ ടീമിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അത്രയ്ക്കും ഈ യങ് ടാലൻസിൻ്റെ ക്യൂ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർ റീസെൻ്റായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ യൂറോസിൻ്റെ ഫൈനൽ കളിച്ചു വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ കളിച്ചു. അപ്പോൾ ആ ഒരു യൂത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡാൻ ആഷ്വർത്ത് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫുട്ബോളിംഗ് സ്ട്രക്ചറിൻ്റെ
ആ ഒരു സക്സസ് ശരിക്കും ഇപ്പം ഇംഗ്ലണ്ട് നാഷണൽ ടീം ശരിക്കും അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ബ്രൈറ്റണിൽ വന്നാലും നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രൈറ്റണിൽ എന്തുമാത്രം സൈനിങ് പുള്ളി നടത്തിയിട്ടുണ്ട്. റൊസാഡ്, മിറ്റോമ, കൈസീഡോ, അപ്പോൾ അങ്ങനത്തെ ഒത്തിരി പ്ലെയേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളി. അപ്പോൾ അങ്ങനത്തെ പ്ലെയേഴ്സിനെ വളരെ ചീപ്പർ റേറ്റിൽ വാങ്ങുന്നു. എന്നിട്ട് 100 മില്യൺ, ഇപ്പം എനിക്ക് തോന്നുന്നു കൈസീഡോ 5 മില്യനോ 4 മില്യൺ പൗണ്ട്സിനെങ്ങാണ്ടാണ് പുള്ളിയെ ബ്രൈറ്റൺ മേടിക്കുന്നത്. എന്നിട്ട് പുള്ളിയെ വിൽക്കുന്നതോ 100 മില്യണിന് മുകളിൽ. അപ്പോൾ ആ രീതിയിൽ ഫൈനാൻഷ്യലി ആയാലും നല്ല നല്ല ടാലൻസിനെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ ഡാൻ ആഷ്വർത്ത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ പുള്ളിക്ക് ചുറ്റിനും ഒരു നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തു. അതാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയല്ല പോയിട്ട് മാനുവലി പുള്ളിയല്ല അങ്ങോട്ട് പോയിട്ട് സ്കൗട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ അണ്ടറിൽ സ്കൗട്ടിംഗ് ടീം കാണും, അതുപോലെ റിക്രൂട്ടിംഗ് ടീം കാണും. പിന്നെ മാനേജേഴ്സിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ടീം, മാനേജ്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, പ്ലേയേഴ്സിൻ്റെ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ ടീം. അപ്പോൾ അങ്ങനത്തെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടെ പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇരുത്താൻ വേണ്ടിയായിരിക്കും ഡാൻ ആഷ്വർത്ത് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പുള്ളിയുടെ റോൾ, അതാണ്. അപ്പോൾ ആ ഒരു പുള്ളി പറയുന്നുണ്ട്, പുള്ളി ഒരു പുള്ളിയായിരിക്കും ഒരു മിഡിലിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പുള്ളിയുടെ ചുറ്റുമായിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാവരും പുള്ളിയായിരിക്കും വന്നിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സ് അവിടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ഫംഗ്ഷനിങ് നല്ല രീതിയിൽ നടത്തുക, ഇതായിരിക്കും ഈ ഒരു ഡാൻ ആഷ്വർത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഡാൻ ആഷ്വർത്തിൻ്റെ ഈ ഒരു സക്സസ് അത് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ, യുണൈറ്റഡിൽ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നടക്കും എന്നുള്ള പ്രതീക്ഷയാണ് ശരിക്കും എനിക്കുള്ളത്. കാരണം നമുക്കിപ്പോൾ ഒരു കാര്യത്തിനും ഉറപ്പൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ ആ ഒരു പ്രതീക്ഷ യുണൈറ്റഡിലെ ഒത്തിരി നെഗറ്റിവിറ്റിക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ പ്രതീക്ഷകൾ ശരിക്കും നമ്മളത് പ്രതീക്ഷയോടെ തന്നെ കാണണം. അപ്പം ഡാൻ ആഷ്വർത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം കേൾക്കുന്ന ഒരു പേരെന്ന് വെച്ചാൽ ജേസൺ വിൽകോക്സ്. ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പഴയ അക്കാഡമി ഡയറക്ടറായിരുന്ന ജേസൺ വിൽകോക്സിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ജേസൺ വിൽകോക്സ് ഇപ്പം കറൻ്റ്ലി മാൻ സിറ്റിയുടെ അക്കാഡമി ആ ഒരു റോളിൽ നിന്നൊക്കെ മാറിയിട്ട് പുള്ളി ഇപ്പം സതാംപ്ടൻ്റെ ഡയറക്ടർ ഓഫ് ഫുട്ബോളാണ്. പുള്ളി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡാൻ ആഷ്വർത്തിൻ്റെ അണ്ടറിലായിരിക്കും പുള്ളി വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതുവരെയായിട്ടും കറക്റ്റായിട്ടൊരു റോള് ഡിഫൈൻ ചെയ്തിട്ടില്ല. മിക്കവാറും ഹെഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പ്ലസ് ആ ഒരു അക്കാഡമിയുടെ ഡയറക്ടർ അങ്ങനത്തെ റോളിലേക്കായിരിക്കും ഈ ഒരു ജേസൺ വിൽകോക്സിനെ കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു യുണൈറ്റഡ് ശ്രമിക്കുന്നത്. ഇതുവരെയായിട്ടും പുള്ളിയുമായിട്ടുള്ള സംസാരവും ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പം സതാംപ്ടണുമായിട്ടുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ നെഗോസിയേഷൻസും കാര്യങ്ങളും എല്ലാം നടക്കാനുണ്ട്. പ്രോബബ്ലി എനിക്ക് തോന്നുന്നത് ഇപ്പം ഡാൻ ആഷ്വർത്ത് വരികയാണെങ്കിൽ ജോൺ മേർട്ടറിനെ റീപ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ജേസൺ വിൽകോക്സ് വരികയാണെങ്കിൽ ഡാരൻ ഫ്ലെച്ചറിനെ ആയിരിക്കും പുള്ളി റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഒരു ജേസൺ വിൽകോക്സ് ഈ സിറ്റിയുടെ അക്കാഡമിയെ ഭയങ്കരമായിട്ട് റിവൈവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ അണ്ടറിലാണ് നമ്മുടെ ഫിൽ ഫോഡൻ, അതുപോലെ തന്നെ റിക്കോ ലെവിസ്, അങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ വന്നത്. പിന്നെ കോൾ പാർമർ, പുള്ളിയുടെ അക്കാഡമിയിലെ ആ ഒരു സമയത്താണ് ഇങ്ങനത്തെ യങ് ടാലൻസൊക്കെ അവരുടെ സീനിയർ ടീമിലേക്ക് വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെ ഈ ഒരു ഡാൻ ആഷ്വർത്ത് അതുപോലെ തന്നെ ജേസൺ വിൽകോക്സ് ഇങ്ങനത്തെ അഡീഷൻ ഉണ്ടല്ലോ യുണൈറ്റഡിനെ ഫുട്ബോളിംഗ് വൈസ് അല്ലെങ്കിൽ പ്രോപ്പർ ഫുട്ബോളിംഗ് ബ്രെയിൻസ് യുണൈറ്റഡിൽ വരുന്നു. അത് ഹോപ്പ്ഫുള്ളി യുണൈറ്റഡിനെ ഹെൽപ്പ് ചെയ്യട്ടെ, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം, ഈ ഒരു ഹോൾ ന്യൂസുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഗ്ലോറി മാൻ യുണൈറ്റഡ്.